തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. സ്നേഹമുള്ളവരെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 4 എപ്പിസോഡുകളും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും സ്പീഡ് കൂടുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലെ ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. വചനഭാഗം പറയുമ്പോൾ അത് വചനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു തീക്ഷ്ണത കാണിക്കണം. അതുപോലെ തന്നെ ഇത് കേട്ടതിന് ശേഷം ആ വചനഭാഗങ്ങളിലൂടെ ഒന്നുകൂടെ പോകണം. ചുമ്മാ കേട്ടിട്ട് പോയി കിടന്നുറങ്ങുന്നതല്ല ശീലം. ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെയൊക്കെ കാണുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്, ന്യായാധിപന്മാരുടെ പേര് നമ്മൾ മാറ്റി അവർ രക്ഷകരെന്നാണ് കൊടുത്തിരിക്കുന്നത്. രക്ഷകർ, ദൈവത്തിൻ്റെ രക്ഷ ഈ ലോകത്തിൽ സാധ്യമാക്കി തരുന്ന വ്യക്തികൾ. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു. ഇത് ഈ ബൈബിളിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എങ്ങനെയാണ് രക്ഷ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് കടന്നു വരിക. ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് രക്ഷകനെ കൊടുക്കുക. ദൈവത്തിന് മുമ്പിൽ അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് രക്ഷകനെ കൊടുത്തത്. അപ്പോൾ ആ ഒരു രക്ഷകൻ്റെ അനുഭവത്തിലേക്കുള്ള ഒരു വിളിയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ നമുക്ക് നൽകുക. ഇത് പറഞ്ഞ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പല ഇത് ഡിസെൻഡൻസി അല്ലെന്ന് പറഞ്ഞു, സക്സഷൻ അല്ല, ഇത് പിന്തുടർച്ച അവകാശമൊന്നുമല്ല. ഓരോ സമയത്ത് അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വിദേശ ശക്തികൾക്കെതിരെ ഓരോ ഗോത്രത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ഉയർത്തിയെടുക്കുന്ന ചില വ്യക്തികളെയാണ് അല്ലെങ്കിൽ അവരെ രക്ഷകരായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് രാജാക്കന്മാരുടെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇസ്രായേലിൻ്റെ രാജ്യത്വം എടുത്തു നോക്കിക്കഴിഞ്ഞാലും യൂദാദേശത്തിൻ്റെ രാജാക്കന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും യൂദാദേശത്തിൻ്റെ രാജാവ് ദാവീദിലൂടെ ആരംഭിക്കുന്ന രാജ്യത്വം ഈശോയിലാണ് ഒന്ന് അവസാനിക്കുക. അതാണ് നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലുള്ള വംശാവലി ഗ്രന്ഥത്തിലൂടെ പറയുന്ന അബ്രാഹത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വംശാവലിയിൽ അബ്രാഹം മുതൽ ദാവീദ് വരെ, ദാവീദിന് ശേഷമുള്ള ഗോത്രങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഈശോയിൽ കൊണ്ടുവന്ന് അവസാനിക്കുന്ന അനുഭവം. ഇതാണ് സക്സഷൻ, പിന്തുടർച്ച അവകാശം എന്ന് പറയുന്നത്. രാജാക്കന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ശമൂവേൽ ചെയ്ത പാപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾക്ക് വായിക്കാൻ ആരംഭിക്കാം. ഇനി ഇതിൻ്റെ 2-ാമത്തെ വേറൊരു ഭാഗമാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് എഴുതപ്പെടാനുള്ള ഒരു കാരണമുണ്ട്, ന്യായാധിപന്മാരെ അവതരിപ്പിക്കാനുള്ള കാരണമുണ്ട്. കാരണം ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അവസരം, അതിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവതരിപ്പിക്കുന്നത്. കാരണം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേനും ആളുകൾ ചോദിക്കുക, അതായത് ഈ ബാബിലോൺ പ്രവാസകാലത്തൊക്കെ ചെല്ലുമ്പോഴത്തേനും ചോദിക്കുന്നുണ്ട്, ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, ദാവീദ് രാജാവ് മുതൽ ഇഷ്ടംപോലെ രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, എന്നാൽ ജോഷുവ ഇസ്രായേലിനെ നയിച്ചു വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവന്നു. രാജാക്കന്മാർ കടന്നു വരുന്നു, അവരെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ്? അതായത്
ജോഷുവയുടെ കാലഘട്ടത്തിനും രാജാക്കന്മാരുടെ കാലഘട്ടത്തിനും ഇടയ്ക്കുള്ള അവസ്ഥ എന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ന്യായാധിപന്മാരുടെ ജീവിതമെന്ന് പറയുക. മനസ്സിലായെന്ന് തോന്നുന്നു. ജോഷുവയുടെ കാലഘട്ടത്തിന് ശേഷം രാജാക്കന്മാർ ഉത്ഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു കുറച്ച് സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇസ്രായേലിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആരാണ് അവരെ ഭരിച്ചിരുന്നത്? ആരാണ് അവരെ നയിച്ചിരുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ജീവിതക്രമം അവർക്കുണ്ടായിരുന്നു? അരാജകത്വം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്? ആണെങ്കിൽ അത് എന്തിൻ്റെ കാലഘട്ടമായിരുന്നു? അതിനെയാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം കൊണ്ട് വിശേഷിപ്പിക്കുക. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്ക് ധാരാളം രാജാക്കന്മാർ കടന്നു വന്നു. പ്രത്യേകിച്ച് അവരുടെ ചുറ്റുമുള്ള ദേശങ്ങൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മെസൊപ്പൊട്ടോമിയൻ രാജാവ് കടന്നു വരുന്നുണ്ട്, എഗ്ലോൺ എന്ന് പറയുന്ന രാജാവ് കടന്നു വരുന്നുണ്ട്, ഫിലിസ്ത്യയുടെ രാജാക്കന്മാർ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽക്കാർക്ക് ഒരു രാജാവിനെ വേണം. അവരതുപോലെയുള്ള രാജാക്കന്മാരെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വളർന്നു വന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു രാജാവിനെ വേണം. ആ രാജാവിനെ എങ്ങനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റും? ആ രാജാവിനെ ആര് അവർക്ക് കൊടുക്കും? ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം എന്നോണമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ചില പ്രതിപാദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം യഥാർത്ഥത്തിൽ രാജവാഴ്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള അവസ്ഥയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്ക് ഈ ബൈബിളിലൂടെ പോകുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിലേക്കൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു രംഗമുണ്ട്. ഗിദെയോൺ എന്ന് പറയുന്ന ന്യായാധിപൻ മിദ്യാൻകാരുമായിട്ട് യുദ്ധം ചെയ്ത് തിരികെ വരുന്ന അവസരത്തിൽ ആളുകളെല്ലാം കൂടി ഗിദെയോനെ പിടിച്ച് രാജാവാക്കിയിട്ട് പറയുകയാണ്, ഹയ്യാ ഹമേലഖ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ദ കിങ് ലീവ്. വീവായിൽ പാപ്പ എന്ന് പറയുന്നത് പോലെ ഹയ്യാ ഹമേലഖ്, രാജാവ് നീണാൾ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ രാജാവാക്കി പ്രതിഷ്ഠിച്ചു. ഗിദെയോൻ പറഞ്ഞു, നോ 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 നോ, എനിക്ക് പറ്റത്തില്ല, ഞാനല്ല രാജാവ്, ദൈവമാണ് രാജാവ്. ഈ ഒരു ചിന്ത ആളുകൾക്കുണ്ടായിരുന്നു ആരംഭം മുതലേ. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ, മതജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ദൈവമാണ് രാജാവെന്നുള്ള ചിന്തയിലേക്ക് ഇസ്രായേൽ ജനതയെ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ന്യായാധിപന്മാരുടെ ഈ പുസ്തകങ്ങളിലൂടെ. ദൈവമാണ് രാജാവ്. വീണ്ടും നമ്മൾ കാണുന്നത് വേറൊരു ഭാഗമുണ്ട്. അബിമേലെക്കിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ അബിമേലെക്ക് രാജാവായിട്ട് വാഴാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ എല്ലാവരെയും, ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങളെയും ഒക്കെ നശിപ്പിച്ചിട്ട് കൊന്നൊടുക്കിയിട്ട് അദ്ദേഹം തന്നെ രാജാവാകുന്ന അവസരത്തിൽ ജോദ്ധാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്ഷപ്പെട്ടതാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലൊക്കെ രക്ഷപ്പെട്ട ജോദ്ധാം പറയുകയാണ്, ഈ രാജാക്കന്മാരുണ്ടാകുമ്പോൾ, ഭൂമിയിലെ രാജാക്കന്മാർ, ഭൗമിക രാജാക്കന്മാരുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് പറയുക. അതൊരു ചെറിയൊരു കഥയിലൂടെ അവതരിപ്പിക്കുക. നമ്മൾ ഈ സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ LKG ക്ലാസ്സുകളിലൊക്കെ പറയുന്ന കഥ പോലെ മനോഹരമായൊരു കഥയിലേക്ക് പറയുകയാണ്. അത് 9-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്രകാരമാണ്. ഒരു കാട്ടിലെ എല്ലാവരും കൂടി ചെന്ന് ആ കാട്ടിലൊരു രാജാവിനെ വേണം. മരങ്ങളെല്ലാം കൂടി ചെന്ന് ആ കാട്ടിലൊരു രാജാവിനെ വേണം. ആ മരങ്ങളെല്ലാം കൂടി ആദ്യം പോയി ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുകയാണ്. ആ രാജാവ് ഏതാണെന്നറിയാമോ? കാട്ടിലെ അത്തിവൃക്ഷമാണ്. അത്തിവൃക്ഷത്തോട് ചോദിച്ചു, അത്തിവൃക്ഷമേ നീ ഞങ്ങൾക്ക് രാജാവാകാമോ? അത്തിവൃക്ഷം പറഞ്ഞു, നോ നോ നോ, എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ തരുന്ന അത്തിപ്പഴം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അത്തിപ്പഴമാണ്. അതിൻ്റെ മാധുര്യം കളഞ്ഞിട്ട് ഞാനൊരിക്കലും രാജാവാകത്തില്ല.
ഇവരെല്ലാം കൂടെ സങ്കടപ്പെട്ടിട്ട്, ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇത് 9-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇവരെല്ലാം സങ്കടപ്പെട്ടിട്ട് നേരെ പോകുന്നത് ഒരു മുന്തിരിച്ചെടിയോടുകൂടെ. മുന്തിരിച്ചെടി നീ നിങ്ങൾക്ക് രാജാവാകാമോ? ഇല്ലില്ല, ഞാനാണ് ഇവിടെ എല്ലാവർക്കും നല്ല വൈൻ കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ രാജാവാകത്തില്ല. അവസാനം അവർ പോയി ഒരു മുൾച്ചെടിയുടെ അടുത്തേക്ക് നിന്നു. ബ്രാമ്പിൾ ട്രീ, മുൾച്ചെടി നീ ഞങ്ങൾക്ക് രാജാവാകാമോ? ശ്രദ്ധിച്ചോണം, മുൾച്ചെടിയുടെ അടുത്തേക്ക് ചെന്നു. മുൾച്ചെടി പറഞ്ഞു, ഞാൻ രാജാവാകാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എൻ്റെ കീഴിലായിരിക്കണം എല്ലാവരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നാ? എൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ മുൾച്ചെടിയുടെ കീഴിൽ ഒരാളായിരുന്നു കഴിഞ്ഞാൽ അവനെന്നെ ആകാശവും ഭൂമിയും കൂടെ ഒന്നിച്ച് കാണും. അതായത് മുള്ളവനെ അമക്കും, അവനെ സബ്ഡ്യൂ ചെയ്യും, അവനെ നശിപ്പിക്കും, അവനെ ഇല്ലായ്മ ചെയ്യും. ഇതാണ് ഭൗമിക രാജാക്കന്മാരുടെ പ്രത്യേകത. ഈ രാജ്യത്വത്തിൽ നിന്ന് യഥാർത്ഥ രാജാവായ ദൈവത്തിങ്കിലേക്കുള്ള യാത്രയ്ക്ക് നമ്മളെ ഒരുക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. അപ്പോൾ നോക്കിക്കേ, ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത് ഇത് വലിയൊരു പുസ്തകമാണ്. നമ്മൾ കണ്ട 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലൂടെ ഒരു പുതിയ തലമുറ കടന്നു വരുന്നുവെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. ആ തലമുറ എങ്ങനത്തെ തലമുറയായിരുന്നു? ദൈവത്തെ അറിയാത്തൊരു തലമുറയിൽ നിന്ന് അതിൻ്റെ അവസാനം ദൈവം രാജാവാകുന്നു എന്ന് പറയുന്ന ഒരു തലമുറയിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ നാന്ദി കുറിക്കുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിനെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാനും വായിക്കാനും. എനിക്ക് തോന്നുന്നു മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇത് ഒരു പുസ്തകത്തിൽ, ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ വിചിന്തനം എന്ന് പറയുന്നത്. മറിച്ച് ഈ വിചിന്തനം ഇസ്രായേലിൻ്റെ മതജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിചിന്തനമാണ്. കാരണം അവരുടെ വിശ്വാസം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന എവിടെയാണ്? യഥാർത്ഥ രാജാവ് ആരാണ്? ഭൗമിക രാജാക്കന്മാർക്ക് രാജ്യത്വം എന്ന് പറയുന്നത് അവർക്ക് അടിമപ്പെടുത്തലിൻ്റെയും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണെങ്കിൽ, യഥാർത്ഥ രാജാവിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പിതാവായ ദൈവത്തെ അംഗീകരിക്കുന്ന രാജ്യത്വമാണ് യഥാർത്ഥ രാജ്യത്വം എന്ന് പറയുന്നത്. പിതാവായ ദൈവത്തെ അംഗീകരിക്കുന്ന രാജ്യത്വം, ദൈവം രാജാവാകുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായങ്ങളെ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ അധ്യായങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പുസ്തകങ്ങളാണ് മലാക്കിയുടെ പുസ്തകവും സക്കറിയയുടെ പുസ്തകവും ഹഗ്ഗായി, സക്കറിയ, മലാക്കി ഏറ്റവും അവസാനത്തെ പുസ്തകങ്ങളാണ്. അതിൽ സക്കറിയയുടെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 9-ാമത്തെ വാക്യം തന്നെ പറയുന്നത് ദൈവം ഈ ലോകത്തിന് മുഴുവൻ്റെയും രാജാവാണ്, അവിടുത്തെ നാമം ഒന്നാണ്. അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നതെന്നറിയാമോ? ഈ ഭൂമിയിലുള്ള എല്ലാ ഗോത്രങ്ങളും എല്ലാ കുടുംബങ്ങളും കർത്താവിൻ്റെ ആലയത്തിലേക്ക്, ജെറുസലേമിലേക്ക് വന്ന് അവിടെ ദൈവത്തിൻ്റെ ആലയത്തിൽ കയറി ദൈവത്തിൻ്റെ രാജ്യത്വത്തെ പ്രഖ്യാപിക്കണം. അതിനുശേഷം പറയുകയാണ്, ഈജിപ്തിലുള്ള എല്ലാ കുടുംബങ്ങളും മടങ്ങി വന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ദൈവമേ നീ രാജാവാണെന്ന് പ്രഖ്യാപിക്കണം. എങ്കിലേ അവർക്ക് മഴയുണ്ടാവുകയുള്ളൂ, സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. നോക്കിക്കേ, ഇതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗം അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്നത്, അതിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ രാജ്യത്വത്തെ പ്രഖ്യാപിക്കുകയാണ്. ഭൗമിക രാജാക്കന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതിൽ നിന്നൊക്കെ മാറി ദൈവം രാജാവാകുന്ന അവസ്ഥ. പുതിയ നിയമം നോക്കിക്കേ, ഹെറോദേസ് എന്ന് പറയുന്ന രാജാവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലോകത്തിൻ്റെ അധീശത്വങ്ങൾക്കൊക്കെ മാറി എല്ലാ അധീശത്വ ശക്തികളിൽ നിന്നുമൊക്കെ വിടുതൽ പ്രാപിച്ച് മിശിഹ എന്ന് പറയുന്ന വ്യക്തി ലോകത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷകനും രാജാവുമായിട്ട് മാറുന്നത് കുരിശാകുന്ന ആ മാർഗത്തിലൂടെയാണ് എന്ന്
പുതിയ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുരിശിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് രക്ഷ കിട്ടിയിരിക്കുന്നു. ആ കുരിശ് ഈശോയാകുന്ന വ്യക്തിയിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് പോയി പിതാവേ നീ രാജാവാകുന്നുവെന്ന് ഏറ്റുപറയാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന അനുഭവമാണ് പുതിയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം ചെറിയ പുസ്തകമല്ല. ഇതിൻ്റെ തിയോളജി കിടക്കുന്നത് മുഴുവനും അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തിയോളജിയാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്കൊന്ന് വായിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് ആദ്യ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് ഒഥനിയേൽ, യേഹൂദ്, ശംഗാർ എന്നിങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ഈ വ്യക്തികളെ അല്ലെങ്കിൽ രക്ഷകരായിട്ടുള്ള ന്യായാധിപന്മാരെ വിവരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇതിൻ്റെ അകത്തുണ്ട്, തിയോളജിക്കൽ ഹിസ്റ്ററി അതിനേക്കാൾ ശക്തമായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ആ തിയോളജിക്കൽ ഹിസ്റ്ററിയിലെ പ്രത്യേകിച്ചുള്ള ഒരു ഫോർമുല, ദൈവത്തിൻ്റെ ജനം പാപം ചെയ്തു, ദൈവത്തിൻ്റെ ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയി, അതിനാൽ ദൈവം അവരെ മറ്റുള്ളവർക്ക് വിറ്റു. അവിടെ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജനം നിലവിളിച്ചു. നിലവിളിക്ക് ഉത്തരമായി ഇതാ ഓരോ രക്ഷകരെ കൊടുത്തു. ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 3-ാമത്തെ അധ്യായം മുഴുവനും. ഇവിടെ കാണുന്നത് ഓരോ വ്യക്തികളാണ്. ശംഗാറിനെയും ഒഥനിയേലിനെയും യേഹൂദിനെയും ഒക്കെ വ്യക്തികളിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. 4-ാമത്തെ അധ്യായം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദെബോറായും ബറാക്കിനെയും കാണും. ദെബോറ ആരാണ്? യഥാർത്ഥത്തിൽ ദെബോറ എന്ന് പറയുന്നൊരു പ്രവാചകിയാണ്. അവൾ എവിടെയായിരുന്നു? ഇപ്പം മൗണ്ട് താബോർ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മലയുണ്ട് ഇസ്രായേലിൽ. അത് നസ്രത്ത് എന്ന് പറയുന്ന പ്രദേശത്തിന് തൊട്ടടുത്താണ്. നസ്രത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് മൗണ്ട് താബോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പ്രവാചകിയായിട്ടുള്ള ദെബോറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ശത്രു കടന്നു വരികയാണ്. അതേ പ്രദേശത്തുള്ള അല്പം കൂടെ ദൂരെ മാറി ഹത്സോർ എന്ന് പറയുന്ന ദേശം, അതായത് മൗണ്ട് താബോറിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ദൂരം, അത് നോർത്തിലേക്ക് തന്നെ പോകണം. അത് എക്സ്ട്രീം ലെബനോനിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബാനിയാസ് എന്ന് പറയുന്ന കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഒരു ചെറിയൊരു സിറ്റി സ്റ്റേറ്റാണ് ഹത്സോർ എന്ന് പറയുന്ന സിറ്റി സ്റ്റേറ്റ്. പണ്ട്, ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്ന് ജാബിൻ എന്ന് പറയുന്ന ഒരു കാനാന്യ രാജാവിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധമാണ് ഇവിടെ കാണുക. ദെബോറ എന്ത് ചെയ്തു? തന്നെ പോകാൻ പേടിയായതുകൊണ്ടായിരിക്കുക ബറാക്കിനെയും കൂടെ കൂട്ടിപ്പിടിച്ചു. ബറാക്ക് പറഞ്ഞു, നീ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു. ഇവർ രണ്ടും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളെ വിളിക്കുക. എന്താ ഗോത്രങ്ങളെ വിളിക്കുന്നത്? അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളെ വിളിക്കുക. ആരൊക്കെയാ? ഇസാക്കർ, സെബുലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളെ ഒന്നിച്ച് വിളിച്ച് ശത്രുക്കൾക്കെതിരെ പോരാടുന്ന ചരിത്രമാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ കാണുക. ഈ ശത്രുക്കൾ എന്തിനാണ് ഇവർ? ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത് ഓരോ വ്യക്തികളും, അതായത് ഒഥനിയേലും യേഹൂദും ശംഗാറും വ്യക്തിപരമായിട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ സമൂഹമായിട്ട് ഒരു ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്ന രംഗപ്രവേശം ചെയ്യുന്ന രംഗമാണ് കാണുന്നത്. ഇതിവിടെ സൂചിപ്പിക്കുക, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്, ഒരു യൂണിറ്റിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒരു കൂട്ടായ്മയിലൂടെയാണ് കടന്നു വരിക. ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പടപൊരുതുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുക. ഇതിൻ്റെ സമാപനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ മനോഹരമായൊരു കീർത്തനമുണ്ട്. ഞാൻ ഇച്ചിരി സ്പീഡ് പോകുന്നുണ്ട്, നമുക്കൊരു പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ദെബോറായുടെ കീർത്തനം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ, മതജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങൾ. നമ്മൾ കാണുന്നത് സങ്കീർത്തനങ്ങൾ ഇഷ്ടം പോലെ 150 സങ്കീർത്തനങ്ങളോളം നമുക്കുണ്ട്.
ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും സങ്കീർത്തനങ്ങൾ എന്താണ്? സങ്കീർത്തനങ്ങളിലൂടെ അതൊരു സ്തുതിപ്പാണ്. സ്തുതിപ്പ് മാത്രമല്ല, ചരിത്രം പറയുന്നതുമാണ് സങ്കീർത്തനങ്ങൾ. ഒരു ജനതയുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു വെക്കുക അല്ലേ? നമുക്ക് കേട്ടിട്ടില്ല ചില സങ്കീർത്തനങ്ങളൊക്കെ. ഓഗ് എന്ന് പറയുന്ന രാജാവിനെ നശിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു, സമാപനത്തിലെ സങ്കീർത്തനങ്ങളൊക്കെയാണ്. സീഹോൻ എന്ന് പറയുന്ന രാജാവിനെ നശിപ്പിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു, ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്ന ദൈവമേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേൽ ദൈവമായ കർത്താവ് നടത്തിയ വഴികളെ ഓരോന്നും അക്കമിട്ട് പറയുന്ന ഭാഗമാണ് ഈ സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് കീർത്തനങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ കീർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെയാണ് സാധിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുക. കാരണം അത്രമാത്രം അവർ വിശ്വസിച്ച കാര്യം ആ കീർത്തനങ്ങളിലൂടെ അവർ ആലപിച്ചു. ഇതാണ് അവരുടെ പാരമ്പര്യമായിട്ട് നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവമായ കർത്താവ് നടത്തിയ വീരപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണർത്തുന്ന ഭാഗമാണ് കീർത്തനങ്ങൾ. ഇതുപോലെ ഏൻഷ്യൻ്റ് കീർത്തനം, വളരെ പുരാതനമായ കീർത്തനമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ. ഇതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള ഒരു കീർത്തനമാണ് നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിലും. അവിടെ ദൈവത്തെ അവർ മനസ്സിലാക്കുന്നത് യാഹ്വേ ആസ് ദ ക്രിയേറ്റർ, ദൈവം സൃഷ്ടാവാണ്. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ദ ഫാദേഴ്സ്, പൂർവ്വ പിതാക്കന്മാരുടെ ദൈവമാണ് അവിടുന്ന്. ഗോഡ് ആസ് വാരിയർ, കർത്താവ് യുദ്ധവീരനാണ്. God as the one who leads to his abode, ഞങ്ങളെ അങ്ങോട്ടേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. God as the king, കർത്താവ് ഞങ്ങളുടെ രാജാവാണ്. ഈ വിശ്വാസ സങ്കല്പത്തെ ആരംഭം മുതലേ തലമുറകളോളം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക. ആ തലമുറകൾ മനസ്സിലാക്കി ഇത് പാടി പ്രാർത്ഥിച്ച് മനസ്സിലാക്കുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ പോയംസിന്, പാട്ടുകൾക്കുള്ളത്. അതേപോലൊരു കീർത്തനമാണ് ദെബോറയുടെ കീർത്തനം. ഇവിടെ എന്താ പറയുന്നതെന്നറിയാമോ? ഇവിടെ അന്നുണ്ടായിരുന്ന ഗോത്രങ്ങളെ മുഴുവനും എടുത്ത് കാണിക്കുകയാണ്. ഓരോ ഗോത്രങ്ങളും നോക്കാം. അന്ന് ദെബോറായും അബിനോവാമിൻ്റെ പുത്രൻ ബറാക്കും ഇങ്ങനെ പാടി. കർത്താവ് രാജാക്കന്മാരെ കേൾക്കുന്നതൊക്കെ പറഞ്ഞതിന് ശേഷം 4-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. കർത്താവ് അങ്ങ് സൈറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. നോക്കിക്കേ, എന്താ പറയുന്നത്? ആരാ യുദ്ധം ചെയ്യാൻ പോകുന്നത്? ഇതൊരു ദൈവശാസ്ത്രമാണ്. ആരാ യുദ്ധം ചെയ്യാൻ പോകുന്നത്? ദെബോറായും ബറാക്കും സെബുലൂണും നഫ്താലിയും ഇസാക്കറും ഒക്കെയുള്ള ഒരു വലിയൊരു വംശം ഹത്സോറിലെ രാജാവായ ജാബിൻ്റെ സിസ്രായ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ആരാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? ഇവരൊന്നുമല്ല. ദെബോറയല്ല, ബറാക്കല്ല, ഇസാക്കറോ നഫ്താലിയോ ജബലൂണോ ഒന്നുമല്ല. മറിച്ച് യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. ഇതേത് ദൈവശാസ്ത്രമാണ്? നിയമാവർത്തന പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റൂൾ ഓഫ് ദ ഹോളി വാർ, യുദ്ധത്തിൻ്റെ നിയമത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. ദൈവം എവിടെ നിന്ന് പുറപ്പെടുന്നു? ഏദോമിൽ നിന്ന് പുറപ്പെടുന്നു. സൈറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. 2 പ്രദേശങ്ങളെക്കുറിച്ച് പറയുകയാണ്, സൈറും ഏദോമും. വായിക്കുന്ന ഒരാൾക്ക് ഇത് രണ്ടും 2 സ്ഥലമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു സ്ഥലമാണ്. ഏദോമിന് കൊടുത്തിരുന്ന പേരാണ് സൈർ, മരുഭൂമി. അതിന് കാരണമുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാമത്തെ അധ്യായത്തിലാണല്ലോ ഇസഹാക്കിൻ്റെ പുത്രന്മാരായ യാക്കോബും ഏസാവും ജനിക്കുന്നത്. ഏസാവിൻ്റെ രൂപവും ഭാവവും എന്തായിരുന്നു? ഏസാവിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ചുമന്നതായിരുന്നു അല്ലേ? അവൻ്റെ ചുമന്നത്, ഏദോം എന്ന വാക്കാണ് ചുമന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പിന്നീട് ഏസാവിന് കിട്ടി. ഇനി അവൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പാൽപ്പായസം കൊടുക്കുമ്പോഴത്തേക്കിനുള്ള സംഗതി പറയുന്നുണ്ട്. അന്ധനായ ഇസഹാക്ക് തൊട്ട് നോക്കിയപ്പോഴത്തേക്കിനും അവൻ്റെ ശരീരത്തിലെ രോമം കണ്ടുന്നു. രോമത്തിന് പറയുന്ന പേരാണ് സൈർ. അപ്പോൾ നോക്കിക്കോണം, ഏസാവിനെ ദ്യോതിപ്പിക്കാൻ വേണ്ടി
ഉപയോഗിക്കുന്ന വാക്കുകളാണ് സൈറും ഏദോമും. ആ മലയിൽ നിന്ന് കർത്താവ് ഇറങ്ങുക. സൈർ മരുഭൂമി, ഏദോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുഭൂമിയാണ് സൈർ മരുഭൂമി. ഇപ്പോൾ ജോർദാൻ്റെ പ്രദേശത്തുള്ളൊരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ഈ സൈർ മരുഭൂമി ഈ 313 BC ഏതും ആക്രമിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ ഏറ്റെടുത്ത സ്ഥലമാണ്. 313 BC ആക്രമിച്ച് കീഴടക്കിയ സ്ഥലമാണ്. ഒരു ഭാഗമാണ്, പേര് ഓർക്കുന്നില്ല. അവർ ഏറ്റെടുത്തിരുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ ഏദോം മരുഭൂമി എന്ന് പറയുന്നത്. ഇനി കേട്ടണം, ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു, പർവ്വതങ്ങൾ കർത്തൃസന്നിധി വിറപൂണ്ടു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധി സീനായ് മല കുലുങ്ങി. കണ്ടോ, അനാത്തിൻ്റെ മകൻ ഷംഗാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു. ഉടനെ ദെബോറ നീ ഇസ്രായേലിൻ്റെ മാതാവായത്തീരും വരെ എന്നിട്ട് പറഞ്ഞു നോക്കോ, ആ യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ദൈവം യുദ്ധം ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുന്നു, എല്ലാവരും അനുഗ്രഹങ്ങൾ പൊഴിക്കുന്നു. ഈ യുദ്ധമെന്ന് പറയുന്നത്, അതായത് ദെബോറ നടത്തിയ യുദ്ധമെന്ന് പറയുന്നത് ദെബോറയുടെ യുദ്ധമല്ല, മറിച്ച് ദൈവത്തിൻ്റെ യുദ്ധമാണ്. എന്നിട്ട് പറയുകയാണ്, നോക്കിക്കോണം, 12ാമത്തെ വാക്യം മുതൽ വളരെ ശക്തമായിട്ട് കാണുന്നതാണ്. ഉണരൂ ദെബോറ, ഉണരൂ, ഗാനം ആരംഭിക്കൂ. 14ാമത്തെ വാക്യം മുതൽ ഓരോ ഗോത്രങ്ങളുടെയും പേര് പറയുന്നുണ്ട്. ബെഞ്ചമിൻ 14ാമത്തെ വാക്യം. അതിനുശേഷം മാഖീർ എന്ന് പറയുന്നത് ഈ മനാസയുടെ അർത്ഥഗോത്രം. 15ാമത്തെ വാക്യം ഇസാക്കർ, കണ്ടോ. അതിനുശേഷം റൂബൻ 15ാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്. പിന്നെ 17ാമത്തെ വാക്യം ദാൻ. അതിനുശേഷം 18ാമത്തെ വാക്യം സെബുലൂൺ. പിന്നെയുള്ളത് ഇങ്ങനെയുള്ള ഓരോ ഗോത്രങ്ങളുടെയും എടുത്തെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അവിടെ ഓരോ ഗോത്രങ്ങളും വന്ന് ഇസ്രായേൽ ജനതയ്ക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്കെതിരെ കടന്നു വരുന്ന ശത്രുക്കളെ തുരത്തി ഓടിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. ഇതൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺസേർട്ടഡ് എഫക്റ്റാണ് കാണുന്നത്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഗോത്രമാണ്, ഒറ്റ ഗോത്രമാണെന്നും ആ ഗോത്രം ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന ശത്രുക്കൾക്കെതിരെ പൊരുതുന്ന ഗോത്രമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും ഈ കീർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കീർത്തനത്തിലൂടെ പിൻതലമുറ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ശക്തി കിട്ടുന്നത്. അവരുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനോടൊപ്പമാണ് അവർ യാത്ര ചെയ്യുന്നതെന്നുള്ള ഉറച്ച ബോധ്യം അവർക്ക് കൊണ്ട് കിട്ടുകയാണ്. തുടർന്ന് വരുന്ന 6ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കാണുന്ന 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുകയാണ്, ഗിദെയോൺ എന്ന് പറയുന്ന വ്യക്തിയെ. ആരാണ് ഗിദെയോൺ? മിദ്യാൻകാർക്കെതിരെ യുദ്ധം ചെയ്യുകയും മിദ്യാൻകാരെ ഇസ്രായേലിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഗിദെയോൺ എന്ന പേരിൽ അറിയപ്പെടുക. ഈ ഗിദെയോൻ്റെ വായിക്കുമ്പോഴത്തേക്കിനും നമുക്കറിയാൻ സാധിക്കുന്നത് ഗിദെയോണിന് കിട്ടുന്ന ഒരു ദൈവവിളിയെക്കുറിച്ചാണ്. ഈ ദൈവവിളി എന്ന് പറയുന്നത് മോശയ്ക്ക് കർത്താവ് കൊടുത്ത ദൈവവിളി പോലെയാണ്. മോശയോട് കർത്താവ് പറയുക, നീ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്താ മോശ പറഞ്ഞത്? ഞാൻ പോകത്തില്ല, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരപാഠമില്ല. ദൈവമായ കർത്താവ് പറഞ്ഞു, സാരമില്ല, ഞാൻ അഹ്റോനെ കയ്യിലേൽപ്പിക്കാം. അതുമാത്രമല്ല, ഞാൻ ഒരു അടയാളം കാണിക്കാം, നിൻ്റെ കയ്യിൽ ഞാൻ ഒരു വടി തരാം. ആ വടിയെടുത്ത് താഴോട്ട് നിട്ട് അത് പാമ്പായിട്ട് മാറുന്നു, അല്ലേ? പാമ്പിനെ അതിൻ്റെ വാലെ പിടിച്ച് അത് വടിയായിട്ട് മാറുന്നു. വടിയെ പിടിച്ച് പാമ്പാക്കുകയും പാമ്പിനെ പിടിച്ച് വടിയാക്കുകയും ചെയ്യുന്ന ആ അത്ഭുതങ്ങളൊക്കെ കാണിച്ചപ്പോഴത്തേനും ഈ മോശയ്ക്ക് മനസ്സിലായി എന്തോ പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് മോശയുടെ ദൈവവിളി വർദ്ധിക്കുക. ഇതുപോലെ തന്നെ ഗിദെയോണും കർത്താവിൻ്റെ മുമ്പിൽ ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ അയോഗ്യനാണ്, പക്ഷേ നീയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നീ എനിക്കൊരു അനുഗ്രഹം തന്നെ. ഈ അനുഗ്രഹങ്ങളുടെ കഥയൊക്കെയാണ് ആരംഭത്തിൽ പറയുക. എന്നിട്ട് ഗിദെയോൺ എന്ത് ചെയ്തു? ഗിദെയോൺ ആദ്യമേ കർത്താവാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ ഗിദെയോൺ ചെയ്ത കാര്യമാണ് 6ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ആദ്യം ചെയ്യുന്നത്
ഒന്നാമത്തെ സ്റ്റെപ്പ് നടത്തുന്നത് അവിടെയുള്ള ബാൽദേവന്മാരുടെ പുരോഹിതന്മാരെ എല്ലാവരെയും വിളിച്ചു. ബാൽദേവന്മാരെ, അക്ഷേരാദേവതകളെയൊക്കെ ആരാധിച്ചത്. ആ ബാൽദേവൻ എന്ന് പറയുന്ന ഫിനീഷ്യൻ ദൈവമാണ്. അക്ഷേര എന്ന് പറയുന്ന ഒരു മരമാണ്. മരത്തെ ദൈവമായിട്ട് ആരാധിക്കുന്ന രീതിയാണ്. നമുക്കിവിടെയൊക്കെ ഉണ്ട് പാലമരത്തിൽ എച്ചി നിൽക്കുന്ന പാലമരമൊക്കെ, അല്ലേ? നമുക്ക് ഓർത്താൽ മതി ഇതൊക്കെ. അപ്പം മരത്തെയൊക്കെ ദൈവമായിട്ട് ആരാധിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പുരോഹിതന്മാരെ, അവർക്കൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന, അവർക്ക് ബലിയർപ്പിക്കുന്ന പുരോഹിതന്മാരെ വിളിച്ചു കൂട്ടുക. ഇങ്ങനെ പുരോഹിതന്മാരെ വിളിച്ചു കൂട്ടുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്? ഇവരെ വിളിച്ചു കൂട്ടി അവർ വിചാരിച്ചു അവർക്കൊരു സമ്മാനം തരാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടുന്നതാണെന്ന് വിചാരിച്ചു. ഗിദെയോൻ എന്ത് ചെയ്തു? ഈ പുരോഹിതന്മാരെയൊക്കെ വധിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യൻ്റെ പേരങ്ങ് പ്രസിദ്ധമായി. ആരാണ് ഈ പുരോഹിതന്മാരെ കൊന്നത്? ഉടനെ പറയുകയാണ്, ഇവൻ്റെ പേര് ജെറുബാൽ എന്നായിരിക്കുമെന്ന് പറയുകയാണ്. ജെറുബാൽ, അതായത് ബാൽദേവന്മാരെ കൊന്ന അല്ലെങ്കിൽ അതിൻ്റെ പുരോഹിതന്മാരെ വധിച്ച വ്യക്തിക്ക് കൊടുക്കുന്ന പേരാണ് ജെറുബാൽ. ജെറുബാൽ എന്ന് പറയുന്ന പേര് അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഇത് സ്വീകരിച്ചിട്ടാണ് തൻ്റെ അനുയായികളോടൊപ്പം മറ്റു ഗോത്രക്കാരോടൊപ്പം മിദിയാൻകാരുമായിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നത്. മിദിയാൻകാരുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ മിദിയാൻകാരിൽ ധാരാളം ആളുകളുണ്ട്. അതിൽ 300 പേരെ ഇദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. 300 തോന്നുന്നു, നമ്പർ കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും കുറച്ച് പേരെ തിരഞ്ഞെടുക്കുക. എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്ന രീതി? നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴത്തേനും ബൈബിൾ വായിക്കുമ്പോൾ പറയും, പട്ടി വെള്ളം നക്കി കുടിക്കുന്ന കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് നിൽക്കുക. പട്ടി വെള്ളം നക്കി കുടിക്കുന്ന രീതിയിൽ കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു. രസമാണ്. അപ്പം അങ്ങനെ നിൽക്കണം, ആളുകൾ നിൽക്കണം. അപ്പം പറയുകയാണ് അതിൻ്റെ അകത്ത് 300 പേർ, വലിയൊരു ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ 300 പേരെ കൊണ്ട് പോകുന്നു. വിശുദ്ധന്താരം പറയുന്നത് ഇതാണ് ഇസ്രായേലിൻ്റെ ശക്തി. ഇതാണ് ഇസ്രായേലിൻ്റെ ശക്തി. അനേകായിരങ്ങളിൽ നിന്ന് കർത്താവ് കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് ആ കുറച്ച് പേരിലൂടെ കർത്താവ് തന്നെ രക്ഷ അറിയിക്കുകയാണ്. ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആക്ഷൻ പട്ടി വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുന്ന 300 പേരെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നത്, സ്കോളേഴ്സ് പറയുന്നതാണ്, വ്യാഖ്യാതാക്കൾ പറയുന്നത് പ്രകാരമാണ്, ഇത് അർത്ഥമാക്കുന്നത് നല്ല ഒരു ഫൈറ്റർക്ക്, നല്ലൊരു യുദ്ധം ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമായൊരു ഗുണത്തെക്കുറിച്ചാണ്. പട്ടി വെള്ളം കുടിക്കാൻ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാം. വെള്ളത്തിലേക്ക് തലയിടുമ്പോൾ തൊട്ട് മുമ്പായി കാലുകളെല്ലാം നിലത്തുറപ്പിച്ച് പുറയിലത്തെ കാല് വലിച്ച് നീട്ടി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ശരി, അതായത് ഏത് ദുർഘട സാഹചര്യങ്ങളിലൂടെയും നുഴഞ്ഞു കയറാൻ തക്ക വിധത്തിലുള്ള പരിശീലനം സിദ്ധിച്ച 300 പേരെയാണ് ഗിദെയോൻ കൊണ്ടുപോകുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. കാരണം ഇസ്രായേലിൻ്റെ ജനം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ദൈവം നിസ്സാരക്കാരെയൊക്കെ തിരഞ്ഞെടുത്തു എന്ന് പറയും. പക്ഷേ അതിലുപരിയായി ദൈവം തിരഞ്ഞെടുക്കുന്നത് അല്പം കൂടെ ശക്തന്മാരെയാണ്. ശക്തന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. എല്ലാത്തിനും പരിശീലനം സിദ്ധിച്ച ഒരു വ്യക്തിത്വങ്ങളെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ പരിശീലനം സിദ്ധിച്ച ഒരുപറ്റം ജനത്തെ തിരഞ്ഞെടുത്ത് ഈ മിദിയാൻകാരുമായിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്ന ആ വലിയ വിശ്വാസത്തിൻ്റെ രംഗമാണ് നമ്മളിവിടെ കാണുന്ന 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലൂടെ കാണുന്നത്. അപ്പം ഇങ്ങനെ മിദിയാൻകാരെ തോൽപ്പിച്ച് തിരികെ വരുന്ന ഗിദെയോണിനെ ആളുകളുടെ പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കുക, നമ്മുടെ നാട്ടിലത്തെ പോലെ. എന്നിട്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ രാജാവായിട്ട് വാഴണം. ഇതാണ് അവർ പറയുന്ന ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, നീ ഞങ്ങളുടെ രാജാവായിട്ട് വാഴണം. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്, നീ ഞങ്ങളുടെ രാജാവായിട്ട് വാഴണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, ഞാനല്ല രാജാവ്, ദൈവമാണ് രാജാവ്. ബൈബിളിലെ ഇതുവരെയായിട്ടും ന്യായാധിപന്മാരുടെ പുസ്തകം വരെ നമ്മുടെ ദൈവം രാജാവാണ് എന്ന് ഉള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ഇവിടെ ഈ ഭാഗത്താണ് പെട്ടെന്ന് അബ്രപ്റ്റായിട്ടൊരു പറച്ചിലാണ്. ഗിദെയോൻ പറയുകയാണ്, ദൈവം രാജാവാണ്, ഞാനല്ല രാജാവ്, എനിക്ക് രാജാവാൻ പറ്റത്തില്ല, ദൈവം രാജാവാണ്. ഇവിടെ 2 കാര്യങ്ങൾ ഓർക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇവരെന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട്, അവരുടെ രാജാവായിട്ട് ഗിദെയോണിനെ തീരുമാനിച്ചത്?
അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അതിന് ആധാരമായിട്ട് നിൽക്കുക. അത് നിയമാവർത്തന പുസ്തകത്തിലെ ഈ ഒരു നിയമം എന്ന് പറയുന്നത് രാജാക്കന്മാരെ കുറിച്ചുള്ള നിയമസംഹിതയാണ്. ഈ രാജാക്കന്മാരെ കുറിച്ചുള്ള നിയമസംഹിതയിൽ വളരെ മനോഹരമായിട്ട് പറയുന്ന ഇപ്രകാരമാണ്. ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്: നീ വാഗ്ദാന ദേശം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദാന ദേശത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഒരു രാജാവിനെ തരണം. എങ്ങനെയുള്ള രാജാവ്? മറ്റു ദേശക്കാർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ തരിക. മറ്റ് ദേശക്കാർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ തരിക. ഇത് നിങ്ങൾ ചോദിക്കണമെന്ന് നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം പറയുന്നുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 1 മുതൽ തുടങ്ങുന്ന വാക്യങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി സാമുവേലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, അല്ലയോ ശമൂവേലേ, നിൻ്റെ പുത്രന്മാർ നല്ല രീതിയിലല്ല നടക്കുന്നത്. അതിനാൽ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മറ്റ് ദേശക്കാർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. അങ്ങനെയാണ് രാജാവിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന ഇസ്രായേൽ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാർ ശമൂവേലിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് മറ്റ് രാജ്യങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ തരിക എന്ന് അവർ പറയാൻ കാരണം, മറ്റ് സ്ഥലങ്ങളിലെ രാജാക്കന്മാരുടെ പ്രത്യേകത. ഉദാഹരണം പറഞ്ഞാൽ ഈജിപ്തിലെ രാജാവായിക്കോട്ടെ, സുമേറിയൻ സംസ്കാരത്തിലെ രാജാവായിക്കൊള്ളട്ടെ, അസീറിയ രാജാവായിക്കൊള്ളട്ടെ, മെസപ്പൊട്ടോമിയൻ രാജാവായിക്കൊള്ളട്ടെ, ഇവരുടെയൊക്കെ പ്രത്യേകത നമ്മൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ യുദ്ധത്തിൽ നേരിടാനുള്ള ഒരു വലിയ തൻ്റേടമാണ്. യുദ്ധത്തിൽ വിജയിക്കുന്ന രീതിയാണ് മറ്റ് രാജാക്കന്മാരുടെ പ്രത്യേകത. ഇവരെ കാണുന്നത്, രാജാക്കന്മാരെ കാണുന്നത് യുദ്ധത്തിൽ അവരെ നയിക്കുന്നവരായിരിക്കണം, അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നവരായിരിക്കണം. ഇങ്ങനെയുള്ള ചില സെക്കുലർ ചിന്താഗതികളാണ് ഇസ്രായേലിൻ്റെ മതജീവിതത്തിൽ ആരംഭത്തിൽ കയറിയത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജാവ് അല്ല ഞാൻ, ദൈവമായിരിക്കും നിങ്ങളുടെ രാജാവ്. ദൈവമാണ് യുദ്ധവീരൻ, ദൈവമാണ് യുദ്ധങ്ങളിൽ തോൽപ്പിക്കുന്നവൻ. 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, സൈറിൽ നിന്ന് കർത്താവ് ഇറങ്ങി പുറപ്പെട്ടു, ഏദോമിൽ നിന്ന് കർത്താവ് കടന്നു വന്നു, യുദ്ധത്തിനായിട്ട് വന്നു. അത് കണ്ടപ്പോഴത്തേക്കും ദേശം മുഴുവൻ ഇളകി വശായി, ആകാശത്തു നിന്ന് മഴ പൊഴിച്ചു, യുദ്ധം ആരംഭിക്കുന്ന പ്രതീതിയായി. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇവർ ചോദിക്കാനുള്ള കാരണം മറ്റ് രാജാക്കന്മാർ പോലെ യുദ്ധവീരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗിദെയോണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുക. ഇത് ഇങ്ങനെ യുദ്ധം ചെയ്ത് വിജയം നേടുന്ന രാജാവിൻ്റെ പ്രതീകങ്ങൾ പഴയ നിയമത്തിൽ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ സാമൂഹ്യ പുസ്തകമൊക്കെ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഭാഗത്തേക്ക് പ്രത്യേകമായിട്ട് പ്രവേശിക്കാം. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, ഈ യുദ്ധത്തിൽ വിജയിക്കുന്നവനായിരിക്കണം. രണ്ടാമത് പറയുന്നത്, ഞങ്ങളെ നയിക്കാൻ ഒരാൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് രാജാക്കന്മാർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ദൈവം പറയുക, പറ്റില്ല, ഞാനല്ല രാജാവ്. അവൻ അങ്ങനെ പറയുമ്പോഴത്തേക്കും വിശുദ്ധകാരൻ്റെ കാഴ്ചപ്പാടിൽ ദൈവമാണ് രാജാവെന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം കണ്ടുമുട്ടുകയും അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ രാജ്യത്വം ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്തതിന് ശേഷം അടുത്ത നിമിഷത്തിൽ ഒരു സംഭവം ഈ ഗിദെയോന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. എന്താണ് ആ സംഭവം? അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഗിദെയോൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 8-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ അത് വായിച്ചു നോക്കണം. എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഇത് പറഞ്ഞതിന് ശേഷം പുള്ളി കുറച്ച് മാറി നിന്നിട്ട് അവിടെയുള്ള എല്ലാ സ്ത്രീകളെയും വിളിച്ചു, നിങ്ങളുടെ കർണാഭരണങ്ങളും മാലയും വളയും ഒക്കെ ഇങ്ങ് തരിക, എന്നിട്ട് അതുകൊണ്ടൊരു ഏഫോദ് പണിതിട്ട് ആ ഏഫോദിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിച്ചു. നോക്കിക്കേ, ദൈവമാണ് രാജാവെന്ന് പറഞ്ഞ ആ വ്യക്തി
ഏഫോദിനെ ആരാധിക്കാൻ വേണ്ടി, കാരണം സ്വർണം കൊണ്ടുണ്ടാക്കി ഏഫോദിനെ ആരാധിക്കാൻ വേണ്ടി. ഏഫോദ് എന്നാണെന്ന് മുമ്പ് പറഞ്ഞായിരുന്നു. ഒരു പുരോഹിതൻ്റെ മേൽവസ്ത്രത്തിന് പറയുന്ന പേരാണ് ഏഫോദ്. പുരോഹിതൻ അണിയുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പുരോഹിതനെ സഹായിക്കുന്ന മേൽവസ്ത്രത്തിന് പറയുന്ന പേരാണ് ഏഫോദ്. ഈ ഏഫോദ് അണിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് തീരുമാനിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. ആളുകൾ എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഏഫോദിനെ ആരാധിച്ചു. അതുവഴിയായി ഗിദെയോണിൻ്റെ നാശം ഇസ്രായേൽക്കാർ കാണാനിടയായി. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുന്ന പ്രശ്നങ്ങളാണിത്. ധ്യാനഗുരുക്കന്മാർ ഇഷ്ടം പോലുണ്ട്. ദൈവത്തെക്കുറിച്ച് ധ്യാനം പറഞ്ഞ് പ്രസംഗിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേനും ആളുകളെല്ലാം ദൈവമാണ് ഇവനെന്നും പറഞ്ഞുകൊണ്ട് ധ്യാനഗുരുക്കന്മാരുടെ പിന്നാലെ പോകുന്ന കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ നടക്കുക. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു അനുഭവമായിട്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായം വായിച്ചു നോക്കണം. ഒരിക്കലും ദൈവത്തെ മറന്നുകൊണ്ട് മറ്റു വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകരുത് എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിലെ ഗിദെയോണിൻ്റെ അന്ത്യത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഗിദെയോണിന് ശേഷം കടന്നു വരുന്നത് ഒരു അബിമേലെക്കാണ്. ആരാണ് ഈ അബിമേലെക്ക്? ആ വാക്ക് തന്നെ വളരെ അർത്ഥവത്താണ്. അബിമേലെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഫാദർ ഈസ് ദ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിദെയോൺ എന്ന് പറയുന്ന അപ്പൻ്റെ പുത്രനാണ് അബിമേലെക്ക്. അതായത് അപ്പനെ പിടിച്ചെല്ലാവരും രാജാവാക്കി ഗിദെയോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രനാണ് അബിമേലെക്ക്. അബിമേലെക്കിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചായിരുന്നു. എങ്ങനെയാണ് രാജ്യത്വം കടന്നു വരുന്നത്? ഈ ഭാഗത്തൊക്കെ ഭൗമിക രാജാക്കന്മാർക്കെതിരെ കടന്നു വരുന്ന രൂക്ഷമായ വിമർശനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങളിലൊക്കെ ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത്. ഭൗമിക രാജാക്കന്മാർ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ ആ ഭൗമിക രാജാക്കന്മാർ ഈ ലോകത്തെ ഭരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് രാജാവെന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പിന്നീട് നമുക്ക് രാജ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പിന്നീടുള്ള ഒരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ സംക്ഷിപ്തമായിട്ടുള്ള രൂപവും അതിൻ്റെ നിയമവശങ്ങളുമൊക്കെ പിന്നീട് നമുക്ക് നോക്കാൻ പറ്റും. അബിമേലെക്കിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വീണ്ടും ഷെക്കേമിൽ പോയി. കണ്ടോ, അദ്ദേഹം വീണ്ടും ഷെക്കേമിൽ പോയി. നമ്മൾ കണ്ടു ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ ജോഷുവ ജനത്തെ വിളിച്ചു കൂട്ടിയത് ഷെക്കേമിൽ വിളിച്ചു കൂട്ടി. അത്രമാത്രം പ്രാധാന്യം ഷെക്കേമിനുണ്ട്. ഒരു രാജ്യത്വം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്വത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകൾ കടന്നു വരുന്നതും ഷെക്കേമിലാണ്. അതുപോലെ തന്നെ രാജ്യത്വം ആരംഭിക്കുന്നതും രാജ്യം വിഘടിക്കുന്നതുമൊക്കെ ഷെക്കേമിലാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷെക്കേമിൽ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഈ ഗിദെയോണിനെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ആയിട്ട് 70 മക്കളുണ്ട്. ഈ 70 മക്കൾ അബിമേലെക്ക് ചോദിക്കുക, 70 പേര് നിങ്ങളെ ഭരിക്കണോ അതോ ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളെ ഭരിക്കണോ? ഇങ്ങനെ 70 പേര് ഭരിക്കാൻ, അപ്പം തനിക്ക് ഒറ്റയ്ക്ക് രാജ്യത്വം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങളെയും വധിക്കുന്ന അബിമേലെക്കിനെ കാണുന്നു. അതിലൊരു സഹോദരൻ രക്ഷപ്പെടുന്നു. അവനാണ് ജോഥാം. അദ്ദേഹം നടത്തുന്ന ഒരു ആൻറ്റി കിങ്ഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐഡിയോളജി അല്ലെങ്കിൽ ഭൗമിക രാജ്യത്വത്തിനെതിരെയുള്ള അദ്ദേഹം നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഒരു കഥയാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് രാജ്യത്വം എന്ന് പറയുന്നത് ദൈവത്തിലാണ് നിൽക്കുന്നത്, അല്ലാതെ രാജ്യത്വം എന്ന് പറയുന്നത് അടിമത്തമല്ല. അത് ഉന്നതിയിലേക്ക് പോകുന്ന അനുഭവമാണ്. അത് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിൽ പറയുന്ന കാര്യം. ഒരു രാജാവ് എന്ത് ചെയ്യണം? രാജാവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അത് ലേവ്യരുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതന്മാരിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം, അതായത് തോറ എടുത്ത് വാങ്ങി വായിച്ച് പഠിച്ച് ധ്യാനിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് വളർത്താനുള്ളവരാണ് ഒരു വിളിയാണ് യഥാർത്ഥത്തിൽ ഒരു രാജാവിനുള്ളത്.
അല്ലാത്ത രാജ്യത്വം എന്ന് പറയുന്നത് ഭൗമിക രാജ്യത്വത്തിൻ്റെ അനുഭവമാണ്. സബ്ഡ്യൂ അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ അനുഭവമാണ് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗമെന്ന്, ഈ അബിമേലെക്കിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് അബിമേലെക്കിനെ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥ രാജാവ്? ദൈവവചനങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം യഥാർത്ഥ രാജാവ്. അത് മനസ്സിലാക്കണമെന്ന് വീണ്ടും നമ്മളെ കൊണ്ടുപോകേണ്ടത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, അല്ലേ? എന്നിട്ട് അവന് എല്ലാ അധികാരവും കൊടുത്തു. ആ അധികാരം നൽകിയത് ഈ ഭൂമിയെ സംരക്ഷിക്കാനുള്ള അധികാരമാണ്. അതാണ് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, ഭൂമിയെ സംരക്ഷിക്കാനുള്ള അധികാരം. ആ സംരക്ഷണത്തിൻ്റെ അധികാരം അത് അവനെ കീപ്പ് ചെയ്യാൻ, ആ ഭൂമിയെ കീപ്പ് ചെയ്യാൻ, ടു കീപ്പ് ദ ലാൻഡ് ആൻഡ് ടു സെർവ് ദ ലാൻഡ്. 2 വാക്കുകളാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ടിൽ ദ ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. എങ്കിൽ തന്നെയും കീപ്പ് ദ ലാൻഡ് ആൻഡ് സെർവ് ദ ലാൻഡ്. ഒരു ദേശത്തെ സംരക്ഷിക്കാനും അതിനെ ശുശ്രൂഷിക്കാനുമുള്ള അധികാരമാണ് ഒരു രാജാവിൻ്റെ അധികാരം. ആ അധികാരം ഇല്ലാത്ത ഏത് ഭൗമിക രാജാക്കന്മാരും അത് അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം ഈ ഒരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് 2-3 ന്യായാധിപന്മാരെ കണ്ടതിന് ശേഷം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ സമാപന ഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോൾ കാണാം.